നാടിന്റെ ഭരണാധികാരിയായതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ദൂരെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിളക്ക് കത്തുന്നുണ്ട്. രാത്രിയായാൽ വിളക്ക് കത്തിക്കാൻ പാടില്ല. ഉറങ്ങുമ്പോ എല്ലാവരും വിളക്ക് ഓഫാക്കണം. വലിയ വലിയ ബീം ലൈറ്റുകൾ വീട്ടിന്റെ മുന്നിൽ കത്തിച്ചിടരുത്. നമ്മുടെ വീട്ടിന്റെ മുകളിൽ വലിയ ലൈറ്റ് കത്തിച്ചിടരുത്. കാരണം അടുത്ത വീട്ടുകാരന്റെ ഉറക്കം കെടുത്തും. വീടുകളിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് വന്നാൽ അവന് മാനസിക രോഗമുണ്ടാകും കുറെ ദിവസം കഴിയുമ്പോ. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ മാനസിക രോഗം വർദ്ധിക്കുന്നത്. എല്ലാ ലൈറ്റും കെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉറങ്ങുന്ന സമയത്ത് അത്ഫിഉ സുറുജക്കും, വിളക്കുകളെല്ലാം ഓഫാക്കണം. 11 മണിയുടെയും 2 മണിയുടെയും ഇടയിലുള്ള സമയത്ത് നല്ല കൂരിരുട്ടിൽ മനുഷ്യൻ ഉറങ്ങണമെന്ന. അല്ലാതിരുന്നാൽ അവന്റെ നെറ്റിത്തടത്തിലുള്ള ഗ്ലാൻഡുകൾ വർക്ക് ചെയ്യുകയും അത് ക്യാൻസറിനും മറ്റു പല രോഗങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്യും. അപ്പൊ റാത്തിബിന്റെയും മൗലിദിന്റെയും നബിദിനത്തിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് മാലകൾ തൂക്കിയാലൊക്കെ 10 മണിയാകുമ്പോ ഓഫാക്കുക. പിന്നെ രാവിലെ 5 മണിക്ക് കത്തിച്ചോളൂ. അപ്പൊ വലിയ പൈസക്കാരന്റെ വീട്ടിലാണെങ്കിൽ പുറത്തേക്ക് ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരന്റെ റൂമിന്റെ ഉള്ളിലേക്ക് അതെത്തും. അവന് ഉറക്കം കിട്ടൂല. അവന്റെ ലൈറ്റ് ഇങ്ങോട്ടും എത്തും. ലൈറ്റുകൾ ഓഫാക്കിയിട്ട് കിടന്നുറങ്ങണം. അതുകൊണ്ടാണ് ദൂരെ വീട്ടിൽ വിളക്ക് കത്തുന്നത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ വീട്ടിന്റെ മുറ്റത്ത് ഒരടുപ്പത്ത് ചെമ്പ് വെച്ച് ഒരു ഉമ്മ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണിത്? അത് കുട്ടികൾ കരഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചിളക്കുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അവരങ്ങ് ഉറങ്ങിപ്പോകും. വിശന്നിട്ട് കരയുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബേജാറായി പോയി. എന്റെ മഹല്ലത്തിലാണല്ലോ, ഞാൻ പ്രസിഡന്റായ മഹല്ലത്തിലാണല്ലോ ഈ നടക്കുന്നത്. എന്റെ ഭരണകൂടമുള്ള ഈ രാജ്യത്താണല്ലോ നടക്കുന്നത്. ഉടനെ തന്നെ